Hello everyone, so I'm back with another video. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫീഡിങ് മോംസിനും അതേപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന 3 സൂപ്പർ ഫുഡ്സിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളും ഹെൽത്തിയുമായ 3 റെസിപ്പീസാണ്. അതേപോലെ തന്നെ ഫീഡിങ് മോംസിൻ്റെ കാര്യം എടുത്ത് പറയാമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇത് സ്റ്റാർട്ടിങ് മുതലേ കഴിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. സോ ഈ ഫുഡിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ചില സാധനങ്ങൾ ഇതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. സോ ഫീഡിങ് മോംസിന് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും ആൻഡ് അതേഴ്സിനും എന്തായാലും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യല്. വെച്ചാൽ രാവിലെ ഒരു 6-7 മണിക്കൂർ കൊതിർത്ത് വെക്കാം. ഒരരക്കപ്പ് കറി കൊതിർത്ത് വെച്ചിട്ട് 6-7 മണിക്കൂർ ശേഷം നല്ലോണം കഴുകുക. എത്ര പ്രാവശ്യം കഴുകണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശേഷം ഓർഗാനിക് ഓൺലൈൻ നമ്മൾ വാങ്ങുന്ന ഓർഗാനിക് കറിയാണ്. ഇത് അടുത്തൊന്നുമില്ല, അരിക്കേണ്ട ആവശ്യമില്ല, വേറെ കച്ചലോ കല്ലോ ഒന്നുമില്ല. ഇത് ഞാൻ ഈ ചെറിയ മിക്സി ജാറിലാണ് ചെയ്യല്. അപ്പോഴാണ് എനിക്ക് നല്ലോണം അരിഞ്ഞു കിട്ടുന്നത്. ചട്നി ജാറിൽ എന്നിട്ട് അത്യാവശ്യം വെള്ളം, അതായത് മുത്താറി മുങ്ങാൻ മാത്രം വെള്ളം എടുത്തിട്ടാണ് അരക്കൽ. വെള്ളത്തോടെ അരക്കൽ. ശരിക്ക് നമ്മൾ മുതിർന്നവർ കഴിക്കുമ്പോൾ ഇത് അരിച്ചെടുത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതിൻ്റെ തൊലി കളയണമെന്നൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ചെറിയ കുട്ടിക്ക് കൊടുക്കുമ്പോൾ എന്തായാലും അരിച്ചിട്ട് തന്നെ കൊടുക്കാം. വലിയവർക്കായിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചും കൂടി രുചി ഉണ്ടാവുന്നത് അരിച്ചിട്ടാണ്. രാവിലെ കുതിർന്നുകൊണ്ട് നല്ലോണം നല്ല വൃത്തിയിൽ അരിഞ്ഞ് കിട്ടും. ഇതുപോലെ മുത്താറി ഉണക്കി പൊടിച്ചിട്ട് ആക്കാം. പക്ഷെ അന്നേരം പൊടിയും കൂടെ ഇൻക്ലൂഡ് ആവുമല്ലോ, അല്ല തൊലിയും കൂടെ ഇൻക്ലൂഡ് ആവില്ലേ. അപ്പോൾ കുറച്ച് കറുപ്പ് കളർ കാണും നമ്മൾ കാച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ. ഇതിപ്പോൾ നല്ല വെളുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി രുചി. അതിന് ചെറിയൊരു ചുവപ്പ് പാടും ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. തൊലി നല്ല ഫൈബറാണെന്നാണ് പറയുന്നത്. ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. പൊടിയെടുത്ത് വേഗം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറുക്കേ വേണ്ടു, പാലും ചേർത്ത് കുറിക്കാൻ മതി. പിന്നെ പക്ഷെ പൊടി നമ്മൾ വാങ്ങുന്നത് അത്ര സേഫാണെന്ന് അറിയില്ല. കാരണം അതിൽ മിക്സ് ആയിട്ടുണ്ടോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഉണക്കി ഇതിൽ പൊടിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ വേഗം ഉണ്ടാവും. അരിച്ചെടുക്കുമ്പോൾ ഇത് കുറച്ച് കൊഴുത്തിട്ടേ ഉണ്ടാവുക. കാരണം ഒരുപാട് ഇങ്ങനെ കൊഴുത്തു കാച്ചെടുക്കും. അപ്പോൾ അവരുടെ അരക്കപ്പം കൂടെ വെള്ളം ഒഴിക്കാം. അത് വളരെ ഇഷ്ടംപോലെ കട്ടിയായിട്ടാണ് വേണ്ടതെങ്കിൽ അരക്കപ്പൊക്കെ ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നെ ലൈറ്റ് മധുരമില്ലേ വേണ്ടു. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കൽക്കണ്ടാന്ന് നമ്മൾ ചേർത്ത്. പഞ്ചസാര കേൾക്കണ്ട, കൽക്കണ്ടുക.
എത്ര പാല് അങ്ങനെ? അരക്കപ്പ് പാല്, അരക്കപ്പ് പാലും കൂടെ ചേർക്കാം. പാലിൻ്റെ ഒന്നും പിന്നെ അളവില്ല, പാലില്ലാണ്ട് ഉണ്ടാക്കാം. പാല് ചേർക്കാതെയും കച്ചെടുക്കാം. പാലിൽ നമ്മൾ ഒരു ടേസ്റ്റിന് ചേർക്കുന്നതാണ്, പിന്നെ പാല് നല്ലതുമല്ല. ഇതിങ്ങനെ സ്പൂണ് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത്യാവശ്യം ഒന്ന് തിളക്കുന്ന വരെ എങ്കിലും തീർച്ചയായിട്ടും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ വേകുന്നതിന് തിളപ്പ് വരുന്നുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ മാറും. ഇതിങ്ങനെ ഇപ്പം കാണുന്നതാണെങ്കിൽ നമ്മൾ കുറുക്കി എടുത്തു കഴിഞ്ഞ് തണിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പം ഈ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ എടുക്കണം, എന്നാലേ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കട്ടി. ചൂടോടെ തന്നെ ആക്കുന്നത് നല്ലതില്ല, ഈ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ചൂടോടെ ഗ്ലാസിൻ്റെ ബൗളോ അല്ലെ സ്റ്റീൽ ബൗളിലോ ആക്കിയിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ഇടക്കിടക്ക് ഒന്നിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലിങ്ങനെ പാട മാതിരി ഉണ്ടാവും. കുറച്ച് സമയം കൂടെ ഇടക്കിടക്കൊന്നത് ഇളക്കിയാൽ മതി. റെഡി. അരക്കപ്പ് ഉണങ്ങിലരി, അതേപോലെ അരക്കപ്പ് ചെറുപയർ, തീർച്ചയായിട്ട് പൊടിയരി വാങ്ങാൻ കിട്ടുന്ന നമ്മുടെ പൊടിയരി വാങ്ങൂലേ, അതെടുക്കാം. അല്ലെങ്കിൽ ഉണങ്ങലരി വൃത്തിയിൽ കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകി ശേഷം ഇതിൽ രണ്ടും കൂടെ ഒരു കപ്പല്ലേ നമ്മളെടുക്കുന്നത്. 4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിന് ഉപ്പും ചേർത്തിട്ട് യൂസ് ചെയ്യാം. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് 2 കാര്യം റെഡിയാക്കി വെക്കണം. 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ പാലെടുക്കണം. കൂടാതെ 1 പിടി മുരിങ്ങയില, അതും കൂടെ പറിച്ചെടുത്ത് ക്ലീനാക്കി ആദ്യം നമുക്ക് തേങ്ങാപ്പാലെടുത്തിട്ട് വരാം. ഇതിൽ ആവശ്യത്തിന് അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് പാലെടുക്കുന്നത്. നല്ലവണ്ണം അരയണ്ട. ക്ലീൻ ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുക്കർ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർക്കുക, സ്റ്റവ് ഓൺ ചെയ്യുക. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങയില ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാൻ വേണ്ടി. ഇതിൻ്റെ കൂടെയും ഒരു ദിവസം 1 പിടി മുരിങ്ങയില ചേർത്താൽ വേറെ ഏതെങ്കിലും
പുഡിനും ചേർക്കാൻ പറ്റിയാൽ നല്ലത്, ഡെയിലി കഴിച്ചാൽ. നല്ലോണം ഒന്ന് തിളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുരിങ്ങയില പെട്ടെന്ന് പോകും. നല്ലോണം തിളച്ചു. നല്ലോണം തിളച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ വറുത്തിടാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിൽ ഒരു സ്പൂൺ നെയ്യ് ചേർക്കും. ഒരു ടീസ്പൂൺ അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർക്കും. ചെറിയുള്ളി നന്നായി ചൂടാക്കി, നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി ഉള്ളി തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വെറും ഒരു സ്പൂൺ നെയ്യ് ചേർത്താലും മതി. ഉള്ളിൻ്റെ ടേസ്റ്റ് അല്ലേ എനിക്കിഷ്ടം. ഓഫ് ചെയ്ത് വീണ്ടും കൊടുക്കും. പാൽക്കഞ്ഞി റെഡിയായി. ഇതിലിപ്പോൾ അരിൻ്റെ ഉപയോഗം കുറക്കണം എന്നുണ്ടെങ്കിൽ അതിന് പകരം മില്ലറ്റ് ചേർത്തിട്ടാക്കാം. മില്ലറ്റ് ചെറുപയറും കൂടെ, അല്ല വേറെ ഏതെങ്കിലും ഗ്രെയിൻസ് മില്ലറ്റിൻ്റെ കൂടെ എല്ലാം ചേർത്തിട്ട് നമ്മൾ പാൽക്കഞ്ഞി മറ്റേതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാം. വേറൊരു നല്ല സാധനം ഉലുവക്കഞ്ഞി. നമ്മൾ ഉലുവക്കഞ്ഞി ആക്കുന്നതെന്ന് വെച്ചാൽ ഉലുവ ഒരു അരക്കപ്പ് ഉലുവ രാവിലെ കുതിർത്തു വെള്ളത്തിൽ. അത് നന്നായിട്ട് ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉലുവ കുതിർത്തിട്ട് കഴുകിയിട്ട് കുതിർക്കുക, ആ വെള്ളത്തോടെ എറിഞ്ഞെടുക്കുക. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കല്യാണം ഇങ്ങനെ നമുക്കൊരു ക്ലീനില്ലാണ്ട് വരുന്ന സാധനമല്ലേ. അപ്പം അതുകൊണ്ട് നല്ലോണം കുതിർത്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളം കഴുകി കളയാറുണ്ട്. ഉരുള നന്നാക്കി ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടും. അതിനുശേഷം എന്താ പറയുക, ഒരു അരക്കപ്പ് ഉണങ്ങലരിയാണ് സാധാരണ എടുക്കാറ്. പിന്നെ ഈ ബിരിയാണി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതെടുക്കുന്നു. ഓക്കെ, അതും കഴിഞ്ഞിട്ട് അത് നല്ല വൃത്തിയിൽ കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അതും ഇതിൻ്റെ കൂടെ ഉലുവേൻ്റെ കൂടെ എടുക്കും. അതിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത്
ഉള്ളിൽ ഉപ്പിട്ടിട്ട് സാധാരണ ഉലുവക്കഞ്ഞിൽ എല്ലാവരും ശർക്കര അല്ലെങ്കിൽ പനഞ്ചക്കര അങ്ങനെയെല്ലാം ചേർക്കും. പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിത് ഉപ്പ് ചേർത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുക്കർ അടച്ചിട്ട് ഉടച്ചു. എത്ര വിസിൽ? ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മാക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. വിസിൽ വെള്ളം വേകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കണം. കുക്കർ ഒരു വിസിൽ സിമ്മാക്കി അല്ലേ? 5 മിനിറ്റ് ഓഫ് ചെയ്യും. സിമ്മാക്കിയിട്ട് 5 മിനിറ്റ് ഓഫ് ചെയ്തു. ഓക്കെ. 2 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയിൽ നല്ലോണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചതച്ചെടുക്കാം. പാലെടുക്കാൻ മാത്രം ചതച്ചെടുക്കുക. ഇത് പാല് കഴിഞ്ഞിട്ട് ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒഴിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഒഴിക്കാൻ പോകും. ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒഴിക്കാം. തേങ്ങ ചവക്കൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പാലിൽ ഒഴിക്കും. കുക്കറിൻ്റെ ഇതെല്ലാം പോയിട്ട് ആവിയെല്ലാം പോയി ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. കുക്കർ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ സമയത്ത് ശർക്കര ഇടാൻ ആവശ്യമുള്ളവർ ശർക്കര ഇടാം. നമ്മളിപ്പോൾ ശർക്കര ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് പാല് ചേർക്കുന്നു. ശർക്കര ചേർത്തിട്ട് അതൊന്ന് ഉരുക്കി അതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർക്കുക. ശർക്കര ചേർക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആവശ്യത്തിന് ശർക്കര ചേർത്ത ഒരു പായസം പോലെ ഉണ്ടാവും അല്ലേ? ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ ഈ ഉലുവ നല്ല കഴിക്ക രസമുള്ളല്ലേ? എല്ലാവരും ഉലുവക്കഞ്ഞി പൊതുവെ ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കല്. പക്ഷെ ഇതിപ്പം എനിക്ക് മധുരം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അപ്പം അതിൻ്റെ കൊഴുപ്പ് നോക്കിയിട്ടേ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. കാരണം കുറച്ച് തണുക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടെ തിക്കാവും. നല്ലോണം തേങ്ങാപ്പാലാണെങ്കിൽ ശർക്കര അലിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാകുമ്പോൾ നല്ലോണം തിളക്കാൻ നിൽക്കണ്ട. ഇതിപ്പോൾ ഞാൻ തേങ്ങ പീരിയോട് ഒഴിച്ചത് കൊണ്ടാണ് അത്യാവശ്യം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ മതി, റെഡിയായി. ചൂടോടെ തന്നെ ബൗളിലേക്ക് വെക്കാം. So I hope everyone liked our video and our recipes. So do try it at home and let me know how you like it through the comments. Bye.